ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്നൊരു വരാലിനെ പൊരിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇവരൊക്കെ നമ്മളെ മച്ചം ബീച്ചിലെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളിതിലെ മസാല സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ മസാല ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വലിയ മീനായതുകൊണ്ട് കുറച്ചധികം മസാല ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മസാല ഇടുക. ഇനി ബാക്കിയുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഉപ്പ്, കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നടുവിൽ കുഴിയിടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി കുഴച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. നല്ല രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ തന്നെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫുള്ള് നമ്മൾ ഔട്ട്ഡോറിനാണ് ഗൈസ് ചെയ്യുന്നത്. നമ്മളെ അഗ്നി പേപ്പർ കത്തിക്കുകയാണ്. ഓക്കെ, പേപ്പറിന് തീ പിടിച്ചിട്ടുണ്ട്. കളിപുത്തൻ പൂജ കൊണ്ടാടും നെഞ്ചോ രോജ കെട്ടാകെ പൊട്ടുന്നേജ. അപ്പോൾ നമ്മൾ നേരത്തെ നാരങ്ങ ചേർക്കാൻ മറന്നുവരുന്നു. നാരങ്ങ നമ്മൾ ഒരു ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നു. ചത്തിട്ടും പിടയ്ക്കുന്ന വരാൽ നമ്മളെടുത്ത് മാത്രം എടുത്ത് റയർ സാധനമാണ്. അപ്പം വരഞ്ഞു കൊടുക്കുകയാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ മസാല തേക്കാം. നമുക്ക് കത്തി എടുത്തിട്ട് രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വരഞ്ഞു കൊടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ വരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാല ചേർക്കാം. അപ്പോൾ നമുക്കിനി വരാലിൻ്റെ മൊത്തത്തിലൊന്ന് മസാല തേച്ചെടുക്കാം. ലൈറ്റിൻ്റെ ചെറിയൊരു കുറവാണ്. നമ്മൾ എക്സ്ട്രാ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വരാലിൻ്റെ മൊത്തത്തിൽ നമ്മൾ മസാല തേച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം. ആ വരഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മസാല തേച്ച് ഓക്കെ റെഡിയാണ്. നമ്മുടെ മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം ആ ഒരു മീറ്റിലേക്ക് പിടിക്കണം. എല്ലാം തൊട്ട് വെച്ചാൽ മതി. അപ്പം മസാല ഒക്കെ തേച്ചിട്ട് നമ്മുടെ മീൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ പൊരിച്ച് സെറ്റാക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ച് നേരെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മീൻ ഇറക്കാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് മീൻ എടുക്കാം. മീൻ എടുത്തടാ സ്റ്റാർട്ട്. നമ്മുടെ മീൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. എണ്ണക്കാരൻ ജസ്റ്റ് ഒന്ന് വറുത്ത് വരട്ടെ. അപ്പോൾ നമ്മളെന്തായാലും മറിച്ചിടാനേ. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് അപ്പുറ സൈഡിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം ഗൈസ്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിനി മറച്ചിടാം ഗൈസ്. അതിന് മുന്നേ എണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ആയി കൊടുക്കാം. മസാല ഒക്കെ വെച്ചുണ്ടാക്കി നമ്മൾ തന്നെ എണ്ണയാണ്. വന്നിട്ട് നമുക്ക് ഈ അപ്പുറത്തെ ഭാഗത്തേക്ക് മറച്ചിടാം. ഓക്കെ, ഈ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്.
നമ്മുടെ മീൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഒന്നുകൂടി മറിച്ചിടാണ്. തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് എടുക്കാൻ കഴിയും. വയ്യെടുക്കലാകെ വയ്യെടുക്കല മുന്നോട്ട് വെച്ച് ചത്താലും വായ അടയ്ക്കാതെ നമ്മുടെ മീനാണ് കഴിച്ചുള്ള വായ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതാ സർവ് ചെയ്യാൻ വേണ്ടിയുള്ള വാഴയില വെട്ടുകയാണ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയാണ്. നമുക്കിനി കഴിച്ച് നോക്കേണ്ട ഒരു കാര്യം കൂടിയേ ഉള്ളൂ. വലിയ വലുപ്പമായതുകൊണ്ട് നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആരിസിനോട് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറയാം. എൻ്റെ കുക്കിങ്ങിന് മുൻതൂക്കം വഹിച്ച നമ്മുടെ സ്വന്തം ആരിസ് നാരങ്ങയൊക്കെ പീഞ്ഞിട്ട് എടുത്തോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പീസ് തന്നെ എടുത്ത് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ഇനി അഗ്നി കുറെ നേരം ഇവിടെ കൊതി വിട്ടോണ്ടിരിക്കുന്നു. സൂപ്പർ സാധനം, സൂപ്പർ. ഇനി അഗ്നിയും കൂടി ടേസ്റ്റ് നോക്കാം ഗൈസ്. ഇവിടെ നിന്ന് കൈ വന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. മീനിൻ്റെ മുള്ള് മാത്രമേ ഗൈസ് ബാക്കിയുള്ളൂ. നമ്മൾ ഔട്ട്. അപ്പം നമ്മുടെ മീനിനെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.